ഭർത്താവിനൊപ്പം അന്യസ്ത്രീയെ സ്വന്തം കിടപ്പുമുറിയിൽ കണ്ടാൽ കൈകൊട്ടി മേൽപോട്ട് നോക്കി ഉറക്കെ കൂകണം ഹല്ലേലൂയ. അല്ലെങ്കിൽ പള്ളിക്കാരെയും പാദ്രികളെയും വിളിച്ച് സാത്താനെ ഒഴിപ്പിക്കാൻ ഒന്ന് വീട് വെഞ്ചരിക്കണം. അല്ലാതെ പോലീസിന്റെ അടിയന്തര സഹായ ഹെൽപ്പ് ലൈനിൽ വിളിച്ചത് മോശമായി പോയി, വളരെ മോശമായി. അടിയന്തര നേരങ്ങളിൽ സഹായിക്കാൻ കഴിയാത്ത ദൈവമാണ് മരിച്ചതിനു ശേഷം കണക്ക് കൂട്ടിയും കുറച്ചും ഗുണിച്ചും സ്വർഗവും നരകവും തരുമെന്ന് അന്ധമായി വിശ്വസിക്കുന്നത്. അതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ വിശ്വാസങ്ങൾ. പറയേണ്ട കാര്യം ഇതൊന്നുമല്ല. ആരാധ്യമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചപ്പോഴൊക്കെ കാണാൻ നല്ല സുഖം മാത്രമായിരുന്നില്ല ഗണേശൻ. കൈയടിക്കാനും കൂകി വിളിക്കാനും ആക്ഷേപിക്കാനും നല്ല ചങ്കൂറ്റവും ഉണ്ടായിരുന്നു. സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് വേണം അന്യന്റെ കണ്ണിലെ കരടെടുക്കാൻ പോകാൻ എന്നൊരു ചൊല്ലുള്ളത് ഗണേശൻ മന്ത്രിക്ക് അറിയാമോ എന്നറിയില്ല. മുതിർന്ന നേതാവ് ഉമ്മൻചാണ്ടിയെ വരെ സമൂഹത്തിന്റെ മുന്നിൽ അവഹേളിച്ചപ്പോൾ കാലം കണക്ക് ചോദിക്കുമെന്ന് മന്ത്രി മറന്നുപോയി. അമേരിക്ക ഇറാൻ പ്രശ്നം പരിഹരിക്കുന്നതിനേക്കാൾ ക്രിട്ടിക്കൽ ആയിരുന്നു മന്ത്രിസഭയെ താങ്ങി നിർത്താൻ ഗണേശനെ അഗ്നിശുദ്ധി വരുത്തി രൂപക്കൂട്ടിലിരുത്തേണ്ടത്.